ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനു സമീപം അനാഥരായി കഴിഞ്ഞു വന്നിരുന്ന പൊടിയമ്മയ്ക്കും 3 പെൺമക്കൾക്കും രണ്ടാംഘട്ട സഹായങ്ങളുമായി ആക്ഷൻ കൌൺസിൽ രംഗത്തെത്തി. പൊടിയമ്മയെയും കുടുംബത്തെയും സഹായിക്കാൻ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുകയും പൊടിയമ്മ കുടുംബസഹായ നിധി എന്ന പേരിൽ SPT അക്കൌണ്ട് തുടങ്ങുകയും മൂത്ത മകൾ ഷൈനിക്ക് ഉറുകുന്ന് പെട്രോൾ പമ്പിൽ ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്ത വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതുകൂടാതെ പൊടിയമ്മയുടെ താൽക്കാലിക വീടിന്റെ മേൽക്കൂര ടാർപോളിൻ ഉപയോഗിച്ച് ഭദ്രമാക്കുകയും അത്യാവശ്യ വീട്ടുസാധനങ്ങൾക്ക് പണവും നൽകി ആക്ഷൻ കൌൺസിൽ കുടുംബത്തിന് ആശ്വാസമേകി. വരും ദിവസങ്ങളിൽ പൊടിയമ്മയുടെ കുടുംബത്തെ സ്ഥലവും വീടും വാങ്ങി പുനരധിവസിപ്പിക്കുമെന്നും ആക്ഷൻ കൌൺസിൽ ചെയർമാൻ AT ഫിലിപ്പ് പറഞ്ഞു. പൊടിയമ്മ കുടുംബസഹായ നിധി ഫണ്ടിലേക്ക് ധാരാളം സംഭാവനകൾ വരുന്നുണ്ടെന്നും അതുപയോഗിച്ച് കുടുംബത്തിന് ഒരു ജീവിതമാർഗം നൽകി സുരക്ഷിതരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവരെ ഇവിടെ നിന്ന് മാറ്റി സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പരിപാടി ഇടുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വീട് വെക്കുന്നതിനും വസ്തു കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ സംരംഭത്തിൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളും സഹകരിച്ച് ഈ സംരംഭം ഒരു വലിയ വമ്പിച്ച വിജയമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അവർക്ക് താമസിക്കാനുള്ള വസ്തു ഇന്ന് നാളെ കണ്ടെത്തും. തന്നെയല്ല അവർക്ക് കുടുംബോഹരിയായി വസ്തു എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളോ സഹായമോ കിട്ടാത്ത അവസ്ഥയിലാണ് ആക്ഷൻ കൌൺസിൽ സഹായഹസ്തവുമായി എത്തിയതെന്ന് പൊടിയമ്മ പറഞ്ഞു. നിലവിൽ നിങ്ങളുടെ വീടിന്റെ അവസ്ഥ എങ്ങനെയാണ്? നിലവിൽ എങ്ങനെയാ? മഴ പെയ്ത് ട്രാഫിക് ഇട്ടിട്ടും അത് നല്ല കനത്ത മഴ പെയ്യുന്നുണ്ട്, വെള്ളം അതിനകത്തോട്ട് ഇനി ഇറങ്ങുമില്ലേ. കൈ വയ്യ കമ്പ് വെട്ടെ മല അങ്ങനെ കീർത്താനൊക്കത്തില്ല. മൃഗങ്ങൾ ഇറങ്ങുന്നു, പിന്നെ കാടന്മാർ വഴക്ക് പറയും, അങ്ങനെ എല്ലാം കൊണ്ട് വലിയ പാടാ. ന്യൂസ് ബ്യൂറോ, തെന്മല.